ഇന്ന് നമ്മളൊരു കല്യാണം കൂടാനായിട്ട് വന്നിരിക്കുകയാണ്. ഇതാണ് കല്യാണം നടക്കുന്ന നമ്മളൊരു പള്ളി വകയുള്ളൊരു ഓഡിറ്റോറിയത്തിലാണ്. അതായതാണ് ഓഡിറ്റോറിയം. കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു പള്ളിയാണ്. ഇതാ ചുറ്റും മരങ്ങളും ചെടികളൊക്കെ വെച്ചിപ്പിച്ച് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഇത് പെണ്ണിൻ്റെ വീട്ടിലെ ചടങ്ങാണ് ഇപ്പം നടക്കുന്നത്. പിന്നെ കുറേ പേര് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വല്യമ്മേൻ്റെ മോൻ്റെ കല്യാണമാണ്. നമ്മളിതാ കല്യാണമൊക്കെ കൂടി നമുക്ക് കല്യാണം എങ്ങനെയുണ്ടെന്ന് കണ്ടാലോ. കല്യാണ ചെക്കൻ എത്തിയിട്ടുണ്ട്. മണ്ഡപത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതവിടെ ഒരു മാമനാണ്, മണി എന്നാണ് പേര്. മാമനും മാമൻ്റെ മക്കളും എല്ലാവരും ഇങ്ങനെ വർത്താനം കണ്ടിട്ട് എല്ലാവരും കൂടെ വർത്താനം പറഞ്ഞ് നിൽക്കുകയാണ്. മീനും ഇതാ 2 ദിവസമായിട്ട് കല്യാണത്തിൻ്റെ കോട്ടത്തിലേക്ക് കുറച്ച് വാശിയൊക്കെ ഉണ്ട്. ഇതാണ് ചെക്കൻ്റെ പേര് പ്രണവ് എന്നാണ്. ഇതെൻ്റെ അമ്മയും അനിയനും ഒക്കെയാണ് എല്ലാവരും വർത്താനം പറഞ്ഞ് നിൽക്കുക. ഇതൊരു മാമനാണ്, മുരളി എന്നാണ് പേര്. മാമനും മാമൻ്റെ ഒരു പേരക്കുട്ടിയും കൂടെ അവരിങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരും ഓരോ സ്ഥലത്ത് ഇരിക്കുകയാണ്. മീനുവിന് ഇതാ ഒരു മാമൻ്റെ മോളെ കുട്ടി കണ്ടിട്ട് മിഠായിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അവൻ ആദ്യം കാണുന്ന ആൾക്ക് അവൻ്റെ കയ്യത്ത് മിഠായിയൊക്കെ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് മീനുവിനെയാണ് അപ്പോൾ കണ്ടത്. അവൻ വേഗം ഒരു പാക്കറ്റ് മിഠായിയൊക്കെ കൊടുത്തിരിക്കുക. ഇതാ പെണ്ണിൻ്റെ അമ്മ വന്നിട്ട് ഇതാ ചെക്കനെ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു വിളക്കൊക്കെ കത്തിച്ച് ആ ചെക്കനെ ഇറക്കുകയാണ്. ഇത് പെണ്ണിൻ്റെ ഒരു ആങ്ങളയാണ്. പെണ്ണിൻ്റെ വേറൊരു ആങ്ങളതാ കാലൊക്കെ കഴുകി മണ്ഡപത്തിലേക്ക് കയറുന്നതിന് മുമ്പ് കാലൊക്കെ കഴുകി ഇനി ഇതാ അരിയും പൂവും കൂടെ തലയിൽ ഇങ്ങനെ വെതറിയിട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. പെണ്ണിൻ്റെ അമ്മയും അരിയും പൂവും കൂടെ തലയിലിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. മണ്ഡപത്തിൽ ബന്ധുക്കളും അടുത്തുള്ള അയൽക്കാരും കല്യാണത്തിന് വിളിച്ച എല്ലാവരും വന്നിട്ട് ഇരിക്കണേ. പെണ്ണും ചെക്കനും വരാൻ വേണ്ടിയിട്ട് എല്ലാവരും കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മണ്ഡപത്തിലെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പറ നിറച്ച് വെച്ചിട്ടുണ്ട്. തുളസിമാലയും നിലവിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. നമ്പൂതിരിയൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി പെണ്ണും ചെക്കനും കൂടെ വരാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പറ നിറച്ച് വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. തെങ്ങിൻ്റെ പൂക്കലിയും നെല്ലൊക്കെ ഇട്ട് വെച്ചിട്ട് നിലവിളക്കൊക്കെ കത്തിച്ച് വെച്ചപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്താ പെണ്ണും പെണ്ണിൻ്റെ അമ്മയും അച്ഛനൊക്കെ മണ്ഡപത്തിലെത്തിയിട്ടുണ്ട്. ഇത് പെണ്ണിൻ്റെ ആങ്ങള ചെക്കനെയൊക്കെ കയറ്റി മണ്ഡപത്തിൽ കയറ്റിയിട്ടുണ്ട്. എല്ലാവരും സംസാരിച്ച് നിൽക്കുകയാണ്. പെണ്ണിൻ്റെ അമ്മയും ചെക്കനൊക്കെ സംസാരിച്ച് കണ്ണി താലികെട്ടാണ്. ചരടും മാലയും കൂടി കെട്ടുകയാണ്. ചെക്കൻ്റെ പെങ്ങന്മാരും മുടിയൊക്കെ പൊക്കി പിടിച്ചു കൊടുക്കുന്നുണ്ട് താലി കെട്ടാൻ വേണ്ടിയിട്ട്. ചെക്കൻ താലി എടുത്തു കൊടുത്തത് അമ്മാവനാണ്. മൂത്ത അമ്മാവനാണ് എടുത്തു കൊടുക്കുന്നത്. നമ്മളതിൽ അങ്ങനെയാണ്, മൂത്ത അമ്മാവനാണ് താലി കെട്ടാൻ വേണ്ടിയിട്ട് എടുത്തു കൊടുക്കേണ്ടത്. ആ പച്ച ഷർട്ട് ഇട്ട് നിൽക്കുന്നതാണ് അമ്മാവൻ. സത്യം എന്നാണ് കേട്ടോ പേര്. ഇത് ഞാൻ പൂമാല ഇടാൻ വേണ്ടിയിട്ട് തുളസിമാലയും പിന്നെ പൂമാലയും കൂടെ ഉണ്ട്. ആദ്യം തുളസിമാല ഇട്ടിട്ടാണ് പൂമാല ഇടുക. പൂജാരി ഇത് മാലയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് ഇടാൻ വേണ്ടിയിട്ട്. എൻ്റെ ഇടയിൽ ഫോട്ടോസ് എടുക്കുന്നത് കൊണ്ടാണ് കുറച്ച് നേരം മാലയൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. പെണ്ണിതാ ചെക്കന് മാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. മോതിരം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സിന്ദൂരം തൊടുകയാണ്. ഇത് കല്യാണത്തിൻ്റെ ചടങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവുകയാണ്. പെങ്ങളാണിത്. പെങ്ങളും
അളിയനും അവരുടെ മോളുമാണ്. നമ്മൾ ബന്ധുക്കളെല്ലാവരും ഫോട്ടോസ് എടുക്കുന്നുണ്ട്. 2 ദിവസമായി തുടങ്ങിയ പരിപാടിയാണ്. കല്യാണത്തലേന്നൊക്കെ ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു. ഇങ്ങനെ ഫോട്ടോയും ഒരുപാട് നേരം വൈകിട്ട് നമ്മളൊക്കെ വീട്ടിലേക്ക് പോയത്. ഫോട്ടോ എടുപ്പും പാട്ടും എല്ലാം ഉണ്ടായിരുന്നു. ഇതെൻ്റെ ഏട്ടനാണ്. ഏട്ടനും മാമൻ്റെ മോളും കൂടെ സംസാരിച്ച് നിൽക്കുകയാണ്. ഇത് മുരളി മാമനും മാമൻ്റെ ഫാമിലി. ഇത് അച്ചച്ചനാണ്. ഇത് സത്യമാമനും മാമൻ്റെ വൈഫുമാണ്. ഇതിപ്പോൾ അവരുടെ മൊത്തം ഫാമിലിയാണ്. കുട്ടികളൊക്കെ കളിച്ച് നിൽക്കുകയാണ്. മണ്ഡപത്തിൽ ഓരോ സൈഡിലായിട്ട് കളിച്ച് നിൽക്കുകയാണ്. ഇത് മണിമാമനും മാമൻ്റെ ഫാമിലിയാണ്. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറി ചെക്കനത്തും പെണ്ണിൻ്റെ അടുത്തും കൂടെ സംസാരിച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഉച്ച സമയമായി. എല്ലാവർക്കും വിശന്ന് തുടങ്ങി. നല്ല അടിപൊളി സദ്യയായിരുന്നു പെണ്ണിൻ്റെ വീട്ടിൽ. അത്യാവശ്യം 2 ദിവസമായിട്ട് നെയ്ച്ചോറും ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് എല്ലാവർക്കും മടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ സദ്യ കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു ആശ്വാസം, ഒരു സമാധാനമൊക്കെ ആയി. സദ്യയിലെല്ലാം അത്യാവശ്യം എല്ലാ കറികളും ഉണ്ടായിരുന്നു. ഇഞ്ചിപ്പുളിയും പപ്പടവും ഉപ്പേരി, ചോറ്, സാമ്പാർ, തൈര്, ഒരു പൈനാപ്പിൾ വെച്ചിട്ട് ഒരു മോര് വെച്ചൊരു കറി ഉണ്ടായിരുന്നു. ഒരു മധുരമുള്ളൊരു കറിയാണ്. പിന്നെ അതിൻ്റെ കൂടെ ചിക്കൻ്റെ ഒരു വരട്ടിയതും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുടിക്കാൻ ഈ മോരും വെള്ളം എന്നിട്ട് ആ മോരും വെള്ളം കുടിക്കുമ്പോൾ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ. വയറിനൊക്കെ ഈ ചൂട് സമയത്ത് വയറിനൊക്കെ നല്ലൊരു തണുപ്പായിരുന്നു. പിന്നെ പായസവും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം കൂട്ടി എല്ലാവരും നല്ല ആസ്വദിച്ച് തന്നെ സദ്യ കഴിക്കുന്നുണ്ട്. ഇതെൻ്റെ ഏട്ടനാണ് കഴിക്കുന്നത്. സദ്യയൊക്കെ കഴിച്ച് എല്ലാവരും ഓരോ സ്ഥലത്ത് നമ്മളെല്ലാവരും തിരിച്ച് ചെക്കൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇത് ചെക്കൻ്റെ അച്ഛനാണ്. ചെക്കനും പെണ്ണും കൂടി വരാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 3 മണിക്കുള്ളിൽ വീട്ടിൽ കയറണം. ചെക്കനും പെണ്ണും കൂടി കയറണം. ഇതാ ചെക്കൻ്റെ പെണ്ണിൻ്റെ വണ്ടി എത്തിയിട്ടുണ്ട്. നല്ലൊരു ഐശ്വര്യമായിട്ട് നല്ലൊരു മഴയും പെയ്തിട്ടുണ്ട്. ചെക്കൻ്റെ പെണ്ണിൻ്റെ വണ്ടി എത്തിയപ്പോഴാണ് നല്ല മഴ പെയ്ത്. ഇതാ ചെക്കൻ്റെ അമ്മ നിലവിളക്കൊക്കെ കത്തിച്ച് പെണ്ണിൻ്റെ കൈ കൊടുക്കാൻ വേണ്ടി നിലവിളക്കൊക്കെ കത്തിക്കുകയാണ്. പെണ്ണും ചെക്കനും കൂടെ എത്തിയിട്ടുണ്ട്. ചെക്കൻ്റെ അനിയനും പെണ്ണിൻ്റെ ചെക്കൻ്റെയും കൂടി കാല് കഴുകി കൊടുക്കുകയാണ്. ആരതി ഉഴുന്നുണ്ട്. അമ്മായിയാണ് ഉഴുന്ന ആരതി. അരിയും പൂവും കൂടെ തലയിലെറിയത്. പെണ്ണിൻ്റെ ചെക്കൻ്റെ അമ്മ പെണ്ണിന് വെള്ളമൊക്കെ കൊടുത്ത് അകത്തേക്ക് കയറ്റുകയാണ്. വലത് കാല് വെച്ചിട്ട് പെണ്ണിനകത്തേക്ക് കയറുകയാണ്. ചിരിച്ച് വലത് കാല് വെച്ച് കയറേ. നിലവിളക്ക് കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചിട്ട് ഇനി പാലും പഴവും കൊടുക്കാൻ പോവുകയാണ്. ചെക്കനും പെണ്ണിനും ബന്ധുക്കളൊക്കെ കൂടെ പാലും പഴവും കൊടുക്കുകയാണ്. ആദ്യം ചെക്കൻ്റെ അമ്മ കൊടുക്കുകയാണ്. 3 പ്രാവശ്യം കൊടുക്കണം. ചെക്കൻ പെണ്ണിന് പഴം കൊടുക്കുകയാണ്. തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും പഴം കൊടുക്കുകയാണ്. ഇത് ചെക്കൻ്റെ അച്ഛനാണ്. ഇതെൻ്റെ അമ്മ.
നമ്മുടെ ചടങ്ങുകളൊക്കെ ഏകദേശം കഴിയാറായി. നമ്മുടെ കുടുംബത്തിൽ നടന്ന ഇപ്പം അടുത്തിടുന്ന കല്യാണമാണ്. നിങ്ങളെ കൂടെ ഈ കല്യാണത്തിൻ്റെ വീഡിയോ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു.